ഹലോ ഗൈസ്, അങ്ങനെ ഓഗസ്റ്റിൽ വരാൻ പോകുന്ന അപ്കമിങ് സ്മാർട്ട് ഫോണെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓഗസ്റ്റിൽ ഒത്തിരി ഫോൺസ് വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നു, നിങ്ങൾ പഴയ ഫോണുകൾ വില കുറച്ച് കിട്ടുവാണെങ്കിൽ അത് എടുക്കാൻ ശ്രമിക്കുക. ഓഫ്ലൈനിലും ഓൺലൈനിലും ഒക്കെ കഴിഞ്ഞ വർഷം ലോഞ്ച് ചെയ്ത ഫോണുകളൊക്കെ മതിയെങ്കിൽ നിങ്ങൾ അത് മേടിക്കാൻ ശ്രമിക്കുക മാക്സിമം. ഇപ്പോൾ നിങ്ങൾക്ക് അർജന്റ് ആണ്, കാരണം ഇനി ഒരു 2 വർഷത്തേക്ക് എന്തായാലും ഇങ്ങനെ പോകത്തുള്ളൂ. ഭയങ്കരമായിട്ടുള്ള റാമിന്റെ ആ ഒരു കൺസിസ്റ്റന്റ് സ്റ്റേജ് ഒന്ന് മാറി കിട്ടണം. ചൈനീസ് ബ്രാൻഡുകൾ തന്നെ ഇനി റാമുകൾ ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മാത്രമേ ഈ ഒരു പരിഹാരത്തിന് ഒരു സൊല്യൂഷൻ ഉള്ളൂ. അതുവരെ എന്തായാലും ഇത് തുടർന്നുകൊണ്ടിരിക്കും. എന്തായാലും നല്ല രീതിയിൽ പ്രൈസ് ഇനി നമുക്ക് 8 GB 16 GB ഒക്കെ ഒരു ലോ ബഡ്ജറ്റ് ഫോണുകളിൽ കാണാൻ സാധിക്കത്തില്ല. വളരെ കുറവായിരിക്കും, എന്നാൽ പ്രൈസ് കൂടുതലുമായിരിക്കും. അപ്പോൾ എന്തായാലും 10,000 to 20,000 അണ്ടറിൽ ഒരു 16 GB റാം നിങ്ങൾ കാണത്തില്ല. 8 GB വന്നു അത്രേ ഉള്ളൂ. പഴയ ഫോണുകളിൽ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അതിന് പോലും 26,000 ഒക്കെയാണ് പ്രൈസിങ് പഴയ ഫോൺസിന് വില കൂടിയേക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും സ്റ്റിൽ ഞാൻ പറയുന്നു, പഴയ ഫോണുകൾ ശ്രമിക്കുക. ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പല ഫോണുകളും പോകുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇനി അപ്കമിങ് സ്മാർട്ട് ഫോണാണ്. ഓഗസ്റ്റിൽ വരാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകൾ വരെ ഓഗസ്റ്റിൽ വരുന്നുണ്ട്. പ്രൈസിങ് ഭയങ്കര ഹൈക്ക് ആയിരിക്കും. ഏതാണെന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായി കാണുമല്ലോ. ഓഗസ്റ്റിൽ എല്ലാ വർഷവും ഇറക്കുന്ന കമ്പനിയാണ് പിക്സലിന്റെ ഫോണുകൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ പോകുന്നത് റെഡ്മിയുടെ നോട്ട് സീരീസ് വരുന്നുണ്ട്. 17 17 പ്രോയും ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഓൾറെഡി ചൈനയിൽ ലോഞ്ച് ചെയ്തു. ഇന്ത്യയിൽ ഓഗസ്റ്റിന്റെ സെക്കൻഡ് വീക്കോട് കൂടി ഇന്ത്യയിൽ 17 പ്രോയിൽ 6s Gen 4 പ്രോസസർ എന്ന് പറഞ്ഞാൽ വളരെ രൂപയെ താഴോട്ട് കൊടുക്കുന്ന ഒരു പ്രോസസറാണ് 6s Gen 4 പ്രോസസർ. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിന് കൊടുക്കുമ്പോൾ എനിക്ക് എത്രയും ഒരു 35,000 രൂപ റേഞ്ചിലാണ് ഈ ഫോൺ വരാൻ പോകുന്നത്. ഒരു 6.83 ഇഞ്ചിന്റെ 1.5K റെസൊല്യൂഷന്റെ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, OLED പാനലാണ് വരുന്നത്. സ്നാപ്ഡ്രാഗന്റെ 6s Gen 4 പ്രോസസറാണ്. 9000 mAh ബാറ്ററി, ഒരു 67 വോൾട്ടിന്റെ ചാർജർ കാണും. ഒരു 50 മെഗാപിക്സലിന്റെ മെയിൻ സെൻസർ, 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ സെൻസർ കാണും. പിന്നെ 20 മെഗാപിക്സലിന്റെ ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. പക്ഷേ എനിക്ക് ഈ ഒരു പ്രൈസിന് ഇഷ്ടപ്പെടാത്ത കാര്യം ഈ ഒരു പ്രോസസർ തന്നെയാണ്. ബാക്കിയെല്ലാം അത്യാവശ്യം കുഴപ്പമില്ല. പിന്നെ അടുത്ത് വരാൻ പോകുന്നത് വെച്ചാൽ 17 വരുന്നുണ്ട്. 120 Hz ഒരു OLED പാനൽ വരുന്നുണ്ട്. പിന്നെ ഒരു സ്നാപ്ഡ്രാഗന്റെ 4 Gen 5 എന്ന് പറഞ്ഞ പ്രോസസർ വരുന്നുണ്ട്. 50 മെഗാപിക്സലിന്റെ ഒരു ഡുവൽ ക്യാമറ, ഒരു 16 MB സെൽഫി ക്യാമറ, 8000 mAh ബാറ്ററി, DDR-ന്റെ ഒരു 4x റാം വിത്ത് ഒരു UFS 2.2. എക്സ്പെക്ടഡ് പ്രൈസ് എന്ന് വെച്ചാൽ 25,000 രൂപ റേഞ്ചിലാണ് വരാം. 1000 രൂപയ്ക്ക് വിറ്റുകൊണ്ടിരുന്ന 4 Gen 3 എന്ന് പറഞ്ഞ പ്രോസറിന്റെ പുതിയ വേർഷനാണ് 4 Gen 4. ഈ ഒരു പ്രോസർ ഈ പ്രൈസിന് ഒരിക്കലും ഡിസേർവ് ചെയ്യുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്റ്റേജ് വെച്ച് നോക്കുമ്പോൾ ഇങ്ങനെ പറ്റത്തുള്ളൂ. അതായിരിക്കും കമ്പനികളെല്ലാം ഇങ്ങനെ ഇറക്കുന്നത്. എനിക്ക് റാമിന് മാത്രമല്ല പ്രോസസേഴ്സിന് ഹൈക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു പ്രൈസിന് ഈ ഒരു ഫോൺ വന്ന് ഡിസേർവ് ചെയ്യത്തില്ല. എങ്ങനെ ഉണ്ടെന്ന് വരുമ്പോൾ നമുക്ക് നോക്കാം. ഇതൊരു എക്സ്പെക്ടഡ് പ്രൈസ് ആണ് ഞാൻ പറയുന്നത്, 25,000 രൂപ റേഞ്ച് എന്ന് പറയുന്നത്. സാംസങ് ഗാലക്സി F7 Pro എന്ന് പറഞ്ഞ ഫോണാണ് വരാൻ പോകുന്നത്. അത് ഓഗസ്റ്റിലാണ് വരുന്നത്. ഫ്ലിപ്കാർട്ടിലായിരിക്കും വരാൻ പോകുന്നത്. പിക്സലോട്ട് നോക്കാം. 120 Hz റിഫ്രഷിംഗ് റേറ്റ് വരുന്നത്. ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ്. AMOLED ഡിസ്പ്ലേ, സ്നാപ്ഡ്രാഗന്റെ 6s Gen 3 പ്രോസസർ, 50 മെഗാപിക്സലിന്റെ ട്രിപ്പിൾ ക്യാമറ ആണ് വരുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു ഒരു 5 മെഗാപിക്സലിന്റെ മാക്രോ ക്യാമറ, 2 മെഗാപിക്സലിന്റെ ഡെപ്ത് സെൻസറേ വരാൻ സാധ്യതയുള്ളൂ. 12 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, 6000 mAh ബാറ്ററിയാണ്. ഇത് ഓഗസ്റ്റിന്റെ ഫസ്റ്റ് വീക്കിൽ തന്നെ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. പിന്നെ അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ iQOOന്റെ 11 ആണ് വരാൻ പോകുന്നത്. 11ന്റെ സ്പെക്സ് നമുക്ക് നോക്കാം. 144 Hz 1.5K റെസൊല്യൂഷന്റെ AMOLED സ്ക്രീൻ ആണ് വരുന്നത്. പിന്നെ സ്നാപ്ഡ്രാഗന്റെ 7s Gen 4 പ്രോസസർ ആണ് വരുന്നത്. 50 മെഗാപിക്സലിന്റെ OIS ക്യാമറ വരുന്നുണ്ട്. 32 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, 9020 mAh ബാറ്ററിയാണ്. 90 വോൾട്ടിന്റെ ചാർജർ ഉണ്ട്. എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000 രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ മോട്ടറോളയുടെ ഫോണാണ്. മോട്ടറോള G Max എന്ന് പറഞ്ഞ ഫോണാണ്. 6.7 ഇഞ്ചിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 200 മെഗാപിക്സലിന്റെ ഒരു മെയിൻ ക്യാമറ ഉണ്ട്. 8 മെഗാപിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉണ്ട്. 32 മെഗാപിക്സലിന്റെ ഒരു സെൽഫി ക്യാമറ വരുന്നുണ്ട്. പിന്നെ നമുക്ക് MediaTekന്റെ 6400 ചിപ്പാണ് വരുന്നത്. 5000 mAh ബാറ്ററി. പ്രൈസ് എന്ന് പറഞ്ഞാൽ 25,000 റുപ്പീസ്. അടുത്ത ഫോൺ എന്ന് പറഞ്ഞാൽ വിവോയുടെ X2 എന്ന് പറഞ്ഞ ഫോണാണ്. നമ്മൾ X300 ഒക്കെ കണ്ട അതേ ഡിസൈനിലാണ് വരാൻ പോകുന്നത്. പിന്നെ 1.5K ഒരു കർവ്ഡ് AMOLED ഡിസ്പ്ലേ ആണ് വരാൻ പോകുന്നത്. MediaTekന്റെ Dimensity 7360 ആണ് വരുന്നത്. 50 മെഗാപിക്സലിന്റെ മെയിൻ സെൻസർ, ഒരു 8 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ആംഗിൾ വരുന്നുണ്ട്. 7000 mAh ബാറ്ററി. എക്സ്പെക്ടഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ അണ്ടർ 45,000 ലോഞ്ച് ഇവന്റ് വെച്ചേക്കുന്നത്. പിന്നെ വരാൻ പോകുന്ന ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണാണ് ഗൂഗിളിന്റെ പിക്സൽ ഫോൺ. 11 Pro XL, പിന്നെ പിക്സലിന്റെ ഫോൾഡ്. അങ്ങനെ ഇത്രയും ഫോണുകളാണ് ഇറങ്ങാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഫോണിൽ 70,000 to 80,000 നിന്ന് ഈ പ്രാവശ്യം എന്തായാലും 1 lakhന് മണ്ടയ്ക്ക് എബോവ് പോകാൻ സാധ്യതയുണ്ട്. അല്ല, ഈ പ്രാവശ്യം ബാക്കിൽ ഒരു RGB LED കാണും. ഒരു നമ്മുടെ നത്തിങ് ഫോണിന്റെ കൂട്ട് തന്നെ ഇവിടെ ടെൻസറിന്റെ G6 ആണ് പ്രോസസർ വരുന്നത്. 50 MB ഒരു 48 MB ഡുവൽ ക്യാമറ. ഇതും സാംസങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. TSMC അല്ല ചെയ്യുന്നത്, സാംസങ് തന്നെയാണ്. പക്ഷെ നല്ല പ്രോസസർ ആവാൻ സാധ്യത. ബാറ്ററി ചങ്കരം തെങ്ങേ തന്നെ എന്ന് പറഞ്ഞ പോലെ 5000 mAh ബാറ്ററി. പക്ഷെ കഴിഞ്ഞ വട്ടത്തിനേക്കാളും കൂട്ടിയിട്ടുണ്ട് 11 Proയിൽ. ഇത്രയൊക്കെയാണ് ഓഗസ്റ്റിൽ വരാൻ പോകുന്ന അപ്കമിങ് സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാനുള്ളത്. ഞാൻ സ്റ്റിൽ പറയുന്നു,
പഴയ ഫോണുകൾ വില കുറച്ച് കിട്ടുവാണെങ്കിൽ മാക്സിമം അതെടുക്കാൻ ശ്രമിക്കുക. അല്ല ഇപ്പം ഇനി വരാൻ പോകുന്ന ഫോണുകൾക്കെല്ലാം ടു എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പം ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ നോക്കുക. നിങ്ങൾക്ക് പുതിയ ഫോൺ തന്നെ വേണമെങ്കിൽ എടുക്കാൻ ശ്രമിക്കുക. പക്ഷേ നല്ല രീതിയിൽ ആലോചിച്ചിട്ടൊക്കെ എടുക്കുക. കാരണം പ്രോസസ്സറും റാമും വളരെ കുറവായിരിക്കും ഈ പ്രാവശ്യം. അപ്ഡേറ്റുകൾ മാത്രമേ നമുക്ക് പുതിയതായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. പുതിയ ടെക്നോളജി കാര്യങ്ങളൊന്നും ന്യൂ ആയിട്ട് വരുന്നില്ല. ഇത്രയൊക്കെ ഉള്ളൂ പറയാൻ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുമോ, ഒന്ന് ഷെയർ ചെയ്യുമോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക.